ഹലോ ഫ്രണ്ട്സ്, ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ? ബ്രിട്ടീഷുകാരിൽ നിന്നും അതെ. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ബില്ല് നിയമമായി കിട്ടാൻ കുറേ കടമ്പകൾ കടക്കണം. എന്നാൽ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ അതങ്ങനെയല്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 240 പ്രകാരം രാഷ്ട്രപതിക്ക് നേരിട്ട് റെഗുലേഷൻ പുറപ്പെടുവിക്കാം. തുടർന്ന് അത് ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കും. ഈ റെഗുലേഷൻ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചാലും ഉടൻ പ്രാബല്യത്തിൽ വരില്ല. അതിന് അഡ്മിനിസ്ട്രേറ്റർ പ്രത്യേകം ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കണം. അങ്ങനെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാലേ ആ റെഗുലേഷൻ നിയമപരമായി പ്രാബല്യത്തിൽ വന്നതായി കണക്കാക്കൂ. ഇങ്ങനെ ഒരു റെഗുലേഷൻ ജൂലൈ 28 ലക്ഷദ്വീപിൽ ഇറങ്ങിയിട്ടുണ്ട്. ലക്ഷദ്വീപ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് റെഗുലേഷൻ 2026. ഇങ്ങനെ ഒരു സാധനം വന്നത് പലരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് എന്താണ് എന്ന് എത്ര പേർക്കറിയാം? 65 പേജുകളുള്ള ഈ ഔദ്യോഗിക രേഖയിൽ എന്താണ് പറയുന്നത്? നൂറ്റാണ്ടുകളായി തങ്ങളുടെ മണ്ണിൽ ജീവിക്കുന്ന സാധാരണക്കാരെ ഇത് എങ്ങനെ ബാധിക്കും? നിങ്ങൾ ജനിച്ചു വളർന്ന നിങ്ങളുടെ ഭൂമിയുടെ അതിരുകൾ പെട്ടെന്നൊരു ദിവസം ഒരു സർക്കാർ രേഖകളിൽ മാറ്റിവരയ്ക്കപ്പെട്ടാലോ? നിങ്ങളുടെ കൈവശമുള്ള ആധാരങ്ങൾക്കും അതിരുകൾക്കും യാതൊരു പ്രസക്തിയും ഇല്ലാതായാലോ? കൃത്യമായ ഔദ്യോഗിക രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ നിയമത്തെ നമുക്ക് പൊളിച്ചെടുക്കാം. ഈ രേഖയുടെ ഉള്ളറകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു സാധാരണ നഗരവികസന നിയമം മാത്രമല്ല. ലക്ഷദ്വീപ് പോലെയുള്ള വളരെ പരിസ്ഥിതി ലോലമായ സവിശേഷമായ ഭൂമിശാസ്ത്രമുള്ള ഒരു പ്രദേശത്ത് ഭൂവിനിയോഗം, അതായത് ലാൻഡ് യൂസിനെ സമൂലമായി മാറ്റാൻ കെൽപ്പുള്ള ഒരു വലിയ പ്രക്രിയ തന്നെയാണിത്. തുടക്കം മുതൽ അവസാനം വരെ വികസനം, മാസ്റ്റർ പ്ലാൻ എന്നീ വാക്കുകൾ നിരന്തരം ഈ റെഗുലേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നൊരു പുതിയ അധികാര കേന്ദ്രത്തിൻ്റെ രൂപീകരണമാണ്. ദ്വീപുകൾക്ക് വേണ്ടി സമഗ്രമായ മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുക എന്നതാണ് ഇവരുടെ ജോലി. ഈ നിയമം സാധാരണക്കാരുടെ സ്വന്തം ഭൂമിക്ക് മേലുള്ള അധികാരത്തെ വലിയ രീതിയിൽ ഇല്ലാതാക്കും. ഈ അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്വന്തം ഭൂമിയിൽ ഒരു ചെറിയ വികസനമോ എന്തിന് ഒരു ചെറിയ മാറ്റമോ പോലും വരുത്താൻ ഇനി ജനങ്ങൾക്ക് കഴിയില്ല. ഇത് വികസനത്തിൻ്റെ പേരിൽ മനുഷ്യരെ അവരുടെ മണ്ണിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രക്രിയയാണ്. അതിലും ഭയാനകമായ ചില അധികാരങ്ങൾ ഈ നിയമം അതോറിറ്റിക്ക് നൽകുന്നുണ്ട്. എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഇതിലെ വകുപ്പ് 65, അതായത് ടൗൺ പ്ലാനിംഗ് സ്കീമുകൾ എന്ന ഭാഗം വളരെ ശ്രദ്ധയോടെ പരിശോധിക്കണം. ലക്ഷദ്വീപിലെ ജനങ്ങൾ എന്തുകൊണ്ട് ഈ നിയമത്തെ ഇത്രയധികം ഭയക്കണം എന്നതിൻ്റെ ഉത്തരം ശരിക്കും അവിടെയാണ് കിടക്കുന്നത്. ഈ നിയമത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ഭാഗം അതിരുകൾ മാറ്റിവരയ്ക്കാൻ അതോറിറ്റിക്ക് നൽകുന്ന അധികാരമാണ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്ലോട്ട്, അതായത് ഒന്നിലധികം പേരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഒന്നാക്കി മാറ്റാനോ നിലവിലുള്ള അതിരുകൾ മാറ്റിവരയ്ക്കാനോ എന്തിന് ഒരു പ്ലോട്ടിൻ്റെ ഉടമസ്ഥാവകാശം മറ്റൊരാളിലേക്ക് കൈമാറാനോ ഈ നിയമം പൂർണ്ണമായ അധികാരം നൽകുന്നുണ്ട്. എന്നാൽ അതിൽ ഗൗരവമുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേവലം ഭൂമി ഏറ്റെടുക്കൽ മാത്രമല്ല, വകുപ്പ് 91 പ്രകാരം ഒരു ടൗൺ പ്ലാനിംഗ് സ്കീമിൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ സ്കീമിന് വിരുദ്ധമായി നിൽക്കുന്ന ഏതൊരു കെട്ടിടവും പൊളിച്ചു മാറ്റാൻ ആ അതോറിറ്റിക്ക് അധികാരമുണ്ട്. അതുമാത്രമല്ല, വകുപ്പ് 90 പ്രകാരം പദ്ധതി പ്രദേശത്ത് നിന്ന് ആളുകളെ പെട്ടെന്ന് കുടിയൊഴിപ്പിക്കാനും, അതായത് സമ്മറി എവിക്ഷൻ നടത്താൻ ഈ നിയമം അധികാരം നൽകുന്നുണ്ട്. ഒരു നോട്ടീസ് നൽകുക, ആളുകളെ അവിടെ നിന്ന് ബലമായി മാറ്റുക. ഇങ്ങനെ വികസനത്തിന് വേണ്ടി സ്വന്തം വീടും പറമ്പും വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു സാധാരണ ദ്വീപുകാരന് പകരം എന്ത് ലഭിക്കും? അവിടെയാണ് ഈ നിയമരേഖ തികച്ചും വ്യത്യസ്തമാവുന്നത്. ഒരു പക്ഷേ ദ്വീപ് നിവാസികൾക്ക് ഒട്ടും പരിചയമല്ലാത്ത മറ്റൊരു പുതിയ ആശയം മുന്നോട്ട് വെക്കുന്നത്. വകുപ്പ് 43 പ്രകാരം ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരമായി പണത്തിനു പകരം ഗവൺമെൻറ് ഒരു സർട്ടിഫിക്കറ്റ് നൽകും. ഇതിനെ ട്രാൻസ്ഫറബിൾ ഡെവലപ്മെൻറ്റ് റൈറ്റ് അഥവാ TDR എന്നാണ് പറയുന്നത്. എന്താണ് ഈ TDR സർട്ടിഫിക്കറ്റ്? ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ലളിതമായി പറഞ്ഞാൽ ഇതൊരു വൗച്ചർ അല്ലെങ്കിൽ കൂപ്പൺ പോലെയാണ്. നിങ്ങളുടെ 100 ചതുരശ്ര അടി ഭൂമി സർക്കാരിന് വിട്ടു നൽകുമ്പോൾ പകരം ദ്വീപിൻ്റെ മറ്റേതെങ്കിലും പ്രദേശത്ത് 150 200 ചതുരശ്ര അടി കെട്ടിടം പണിയാനുള്ള ഒരു അധിക അവകാശം നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റിലൂടെ ലഭിക്കും.
അതുപോലെ തന്നെ വകുപ്പ് 45 പ്രകാരം തീരദേശ നിയന്ത്രണ മേഖലയിലോ മറ്റോ ഉള്ള കൃഷിഭൂമി പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏറ്റെടുക്കുമ്പോഴും ഭാവി തലമുറക്കായുള്ള വികസന അവകാശമായി ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നൽകാൻ നിയമം അനുവദിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷദ്വീപ് പോലെയുള്ള ഒരു ചെറിയ ദ്വീപിൽ ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഒരു സാധാരണക്കാരൻ എന്തു ചെയ്യും? ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ സമ്പാദ്യം കൊണ്ടായിരിക്കും അയാൾ ഒരു കൊച്ചു വീട് പണിയുന്നത്. ആ വീട് നഷ്ടപ്പെട്ടയാൾ വെറും ഒരു കഷ്ണം കടലാസ് കിട്ടിയാൽ അയാൾ എന്ത് ചെയ്യും? നിയമം പറയുന്നത് ഈ TDR സർട്ടിഫിക്കറ്റ് ഉടമയ്ക്ക് വേണമെങ്കിൽ മറ്റൊരാൾക്ക് വിൽക്കാം എന്നാണ്. ഇതിൽ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നാൽ ഭൂമിയെ ഒരു വൈകാരിക സ്വത്തായി കാണുന്ന ദ്വീപ് നിവാസികളുടെ പരമ്പരാഗത കാഴ്ചപ്പാടിനെ തന്നെ ഇത് തകർക്കും. ഇതിനു പുറമെ ജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു സാമ്പത്തിക ബാധ്യത കൂടി ഈ ടൗൺ പ്ലാനിംഗ് സ്കീമുകളിലുണ്ട്. ഒരു പ്രദേശത്ത് ടൗൺ പ്ലാനിംഗ് സ്കീം വരുമ്പോൾ അവിടെ റോഡുകളും മറ്റ് സൗകര്യങ്ങളും വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ പ്രദേശത്തെ ഭൂമിയുടെ മൂല്യം വർദ്ധിക്കും. അത് അതോറിറ്റി കണക്കാക്കും. അങ്ങനെ മൂല്യം വർദ്ധിക്കുന്നതിന് പകരമായി ഭൂ ഉടമകളിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ വികസന ചിലവ് അതോറിറ്റി ഈടാക്കും. ഈ തുക അടയ്ക്കാൻ ഈ ഭൂ ഉടമക്ക് കഴിഞ്ഞില്ലെങ്കിൽ വകുപ്പ് 108 പ്രകാരം ആ ഭൂമി നേരിട്ട് ഏറ്റെടുക്കാൻ അതോറിറ്റിക്ക് അധികാരമുണ്ട്. അതായത് എനിക്ക് വേണമെന്ന് ഞാൻ അവകാശപ്പെടാത്ത ഒരു വികസനം എൻ്റെ സ്ഥലത്തു കൂടി വരുമ്പോൾ എൻ്റെ ഭൂമിയുടെ വില കൂടി എന്ന് പറഞ്ഞ് ഞാൻ സർക്കാരിന് അങ്ങോട്ട് പണമടയ്ക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ സ്വന്തം ഭൂമി അവർ സ്വന്തമാക്കും. ഇതൊരു സാധാരണക്കാരനെ ഒരുക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ വ്യവസ്ഥയാണോ എന്ന് തോന്നുന്നു. പണമടച്ചില്ലെങ്കിൽ ആ ഭൂമിയുടെ യഥാർത്ഥ വില കണക്കാക്കി നഷ്ടപരിഹാരം നൽകി അതോറിറ്റിക്ക് ആ ഭൂമി ഏറ്റെടുക്കാം. ഈ നഷ്ടപരിഹാര തുക സ്കീമിൻ്റെ ചിലവിലേക്ക് വകയിരുത്തുകയും ചെയ്യും. അതായത് ചുരുക്കി പറഞ്ഞാൽ പണമില്ലാത്തവന് സ്വന്തം ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. ഈ മാസ്റ്റർ പ്ലാനുകൾ വരുമ്പോൾ വലിയൊരു വിഭാഗത്തിന് സ്വന്തം ഭൂമി നഷ്ടപ്പെടും. ഇനി അതല്ല, ഭാഗ്യം കൊണ്ട് സ്വന്തം ഭൂമി വാങ്ങേണ്ടി വന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ഭൂമിയിൽ സ്വസ്ഥമായി പഴയതുപോലെ ജീവിക്കാൻ പറ്റുമോ? അവിടെയാണ് ഈ നിയമം അതിൻ്റെ അവസാനത്തെ പിടിമുറുക്കുന്നത്. സ്വന്തം ഭൂമി നിലനിർത്താൻ പോലും നിങ്ങൾക്ക് പഴയതുപോലെ ജീവിക്കാൻ കഴിയില്ല. കാരണം ഇനി മുതൽ നിങ്ങളുടെ സ്വന്തം ഭൂമിയിൽ എന്തെങ്കിലും നിർമ്മാണങ്ങൾ നടത്തണമെങ്കിലോ ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ നടത്തണമെങ്കിലോ എന്തിന് ഭൂമിയുടെ ഉപയോഗത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ പോലും വകുപ്പ് 117 പ്രകാരം നിങ്ങൾ അതോറിറ്റിക്ക് ഒരു ഡെവലപ്മെൻറ്റ് ചാർജ് നൽകേണ്ടി വരും. അനുമതിയില്ലാതെ ആരെങ്കിലും സ്വന്തം പറമ്പിൽ എന്തെങ്കിലും പണിതാൽ വകുപ്പ് 56 പ്രകാരം മാസ്റ്റർ പ്ലാനിന് വിരുദ്ധമായോ അനുമതിയില്ലാതെയോ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ സ്വന്തം ഭൂമിയിൽ നടത്തിയാൽ 50,000 രൂപ വരെ പിഴ ഈടാക്കും. അവിടം കൊണ്ടും തീരുന്നില്ല. നോട്ടീസ് ലഭിച്ചതിന് ശേഷം ആ തെറ്റ് തിരുത്താതെ തുടരുകയാണെങ്കിൽ ഓരോ ദിവസത്തേക്കും 5,000 രൂപ വീതം അധിക പിഴയും നൽകേണ്ടി വരും. മാത്രമല്ല, അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള പൂർണ്ണ അധികാരവും അതോറിറ്റിക്ക് നൽകുന്നുണ്ട്. അങ്ങനെ പൊളിച്ചു മാറ്റാൻ വരുന്ന ചിലവും ഈ ഭൂമി ഉടമയിൽ നിന്ന് തന്നെ ഈടാക്കും. ഈ പുതിയ നിയമരേഖയുടെ വിവിധ വശങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇതിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, ലക്ഷദ്വീപ് പോലെ പരിസ്ഥിതി ദുർബലമായ ഒരു പ്രദേശത്ത് ശാസ്ത്രീയമായ ഭൂവിനിയോഗവും പവിഴപ്പുറ്റുകളുടെ സംരക്ഷണവും ആസൂത്രിതമായ നഗരവികസനവും ഈ നിയമം ലക്ഷ്യമിടുന്നു. അനധികൃത നിർമ്മാണങ്ങൾ തടയാനും കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരാനും മാസ്റ്റർ പ്ലാനുകൾ സഹായിക്കും. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ അതിലെ വാദം. എന്നാൽ അതിൻ്റെ പേരിൽ, മാസ്റ്റർ പ്ലാനുകളുടെ പേരിൽ ഭൂമിയുടെ അതിരുകൾ മാറ്റിവരയ്ക്കാനുള്ള അധികാരം, സ്വന്തം വീടുകളിൽ നിന്നും പെട്ടെന്നുള്ള കുടിയൊഴിപ്പിക്കൽ, ഭൂമി നഷ്ടപ്പെടും എന്നുള്ള ജനത്തിൻ്റെ പേടി, പണത്തിന് പകരം നൽകുന്ന TDR സർട്ടിഫിക്കറ്റുകൾ, വികസന ചിലവ് അടച്ചില്ലെങ്കിൽ ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥ, കൂടാതെ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത ഡെവലപ്മെൻറ്റ് ചാർജുകൾ, ദിവസേനയുള്ള ഭീമമായ പിഴകൾ, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സ്വന്തം മണ്ണിൽ നിന്നും നമ്മളെ എന്നേക്കുമായി പുറത്താക്കാനുള്ള മാസ്റ്റർ പ്ലാൻ റെഡി. ഈ വീഡിയോ ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിക്കാനല്ല, ഒരു നിയമത്തെക്കുറിച്ച് അറിയേണ്ടത് ഈ ദ്വീപുകാർ എന്ന നിലയിൽ നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ ഈ റെഗുലേഷൻ വായിക്കുക, മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുക, യോജിക്കുകയാണെങ്കിൽ ജനാധിപത്യ മാർഗങ്ങളിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കാരണം നാം മിണ്ടാതിരുന്നാൽ നാളത്തെ തീരുമാനങ്ങളിൽ നമ്മുടെ ശബ്ദം ഉണ്ടാകണമെന്നില്ല. ജയ് ഹിന്ദ്.